ഒരു വലിയ ചെസ് ബോർഡിന് മുന്നിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചില രസകരമായ നീക്കങ്ങൾ നടത്തുകയാണ്. രണ്ട് രാജ്യങ്ങളെയാണ് പ്രധാനമായും അദ്ദേഹം ലക്ഷ്യമിടുന്നത്: ബംഗ്ലാദേശും ഇന്തോനേഷ്യയും. കപ്പലുകളെക്കുറിച്ചും രഹസ്യ പദ്ധതികളെക്കുറിച്ചും തന്ത്രത്തെക്കുറിച്ചുമൊക്കെ എല്ലാവരും സംസാരിക്കുന്ന ഈ ആവേശകരമായ കഥയിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം ബംഗ്ലാദേശിലേക്ക് പോകാം. 3 റഷ്യൻ യുദ്ധക്കപ്പലുകൾ ചിറ്റഗോങ് എന്ന തിരക്കേറിയ നഗരത്തിൽ നിശബ്ദമായി എത്തിയെന്നാണ് വിവരം. അവർ 4 ദിവസം അവിടെ തുടരും. ഇരു രാജ്യങ്ങളും ഇതിനെ സൗഹൃദ സന്ദർശനം എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഈ കപ്പലുകൾ വളരെ ദൂരം സഞ്ചരിച്ച് ഒരുപക്ഷെ വെറുതെ ഒരു ഹലോ പറയാൻ മാത്രമല്ല. കഴിഞ്ഞ ആഴ്ച ബംഗ്ലാദേശിന്റെ സൈന്യത്തലവൻ മോസ്കോയിൽ പോയി റഷ്യയുടെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെ കാണുകയും ചെയ്തു. അവർ ആയുധങ്ങളെക്കുറിച്ച്, ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചും സംസാരിച്ചു. പിന്നീടാണ് പൊടുന്നനെ റഷ്യൻ കപ്പലുകൾ പ്രത്യക്ഷപ്പെട്ടത്. റഷ്യയും ബംഗ്ലാദേശും ശീതയുദ്ധകാലം മുതൽ സുഹൃത്തുക്കളാണ്. 1971 ബംഗ്ലാദേശ് സ്വാതന്ത്ര്യത്തിനായി പോരാടുമ്പോൾ റഷ്യൻ കപ്പലുകൾ ബംഗാൾ ഉൾക്കടലിൽ അമേരിക്കൻ കപ്പലുകളെ തടഞ്ഞു. പാകിസ്ഥാന് ആയുധം നൽകുന്നതും അവർ തടഞ്ഞു. ഇത് ബംഗ്ലാദേശിനെ വിജയിക്കാൻ സഹായിച്ചു. അന്നു മുതൽ ബംഗ്ലാദേശ് ആയുധങ്ങൾക്കായി റഷ്യയെ ആശ്രയിക്കുകയാണ്. വലിയ നിക്ഷേപങ്ങളാണ് ബംഗ്ലാദേശിൽ റഷ്യ നടത്തുന്നത്. ഉദാഹരണത്തിന് രൂപൂർ ആണവ നിലയം റഷ്യയാണ് പണിതത്. ഈ വർഷം പ്രവർത്തനം തുടങ്ങുമെന്നാണ് വിവരം. റഷ്യയ്ക്ക് ബംഗ്ലാദേശ് ഒരു സുഹൃത്ത് മാത്രമല്ല, ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കുള്ള ഒരു വാതിൽ കൂടിയാണ്. ഈ ബന്ധം കൂടുതൽ ശക്തമാക്കാനാണ് വ്ളാഡിമിർ പുടിൻ ആഗ്രഹിക്കുന്നതും. ഇനി ഇന്തോനേഷ്യയുടെ കാര്യം നോക്കിയാൽ അവിടെ കഥ കൂടുതൽ രസകരമാണ്. ഓസ്ട്രേലിയയ്ക്ക് അടുത്തുള്ള ബിയാക്ക് എന്ന ദ്വീപിൽ റഷ്യ ഒരു വ്യോമതാവളം ആഗ്രഹിക്കുന്നുവെന്ന ഒരു സംസാരമുണ്ട്. അവിടെ റഷ്യൻ വിമാനങ്ങൾ വന്നാൽ അത് അമേരിക്കയ്ക്കും അവരുടെ സുഹൃത്തുക്കൾക്കും വലിയ വെല്ലുവിളിയാകും. ഇപ്പോൾ വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ വർഷമാണ് ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുടെ മോസ്കോ സന്ദർശനം. പിന്നാലെ റഷ്യയുടെ പിന്തുണയോടെ ബ്രിക്സ് എന്ന ഗ്രൂപ്പിൽ ഇന്തോനേഷ്യ ചേർന്നു. പിന്നീട് ഫെബ്രുവരിയിൽ പുടിന്റെ അടുത്ത സുഹൃത്ത് സെർഗെയ് ഷോയ്ഗു ജക്കാർത്തയിൽ പോയി വ്യാപാരം, ടൂറിസം, സൈനിക പദ്ധതികൾ എന്നിവയെക്കുറിച്ച് സംസാരിച്ചു. ജൂണിൽ പ്രബോവോ വീണ്ടും പുടിനെ കണ്ടേക്കാമെന്നാണ് വിവരം. എന്നാൽ ഇന്തോനേഷ്യ ഈ വാർത്തകൾ തള്ളിക്കളഞ്ഞു. ഞങ്ങൾ ഇന്തോനേഷ്യയുമായി നല്ല സുഹൃത്തുക്കളാണ്, പക്ഷേ റഷ്യ ഇവിടെ വരുന്നത് ഞങ്ങൾക്കിഷ്ടമല്ല. ഞങ്ങൾ യുക്രൈനിനൊപ്പമാണ്. ഇന്തോനേഷ്യയ്ക്ക് 17,000 ദ്വീപുകളുണ്ട്. മലാക്ക കടലിടുക്ക് എന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതയും അവർ നിയന്ത്രിക്കുന്നുണ്ട്. പുടിനെ സംബന്ധിച്ചിടത്തോളം ഇന്തോനേഷ്യ വലിയൊരു അവസരമായിട്ടാണ് കാണുന്നത്. യൂറോപ്പിൽ പുടിന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഏഷ്യയിലും ആഫ്രിക്കയിലും അവർ പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കുകയാണ്. റഷ്യയ്ക്ക് സുഡാനിൽ ഒരു നാവിക താവളവും പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ സൈനികരുമുണ്ട്. ഇപ്പോൾ അവർ ഇൻഡോ പസഫിക്കിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അവിടെ എല്ലാവർക്കും സ്വാധീനം ചെലുത്തേണ്ടതുണ്ട്. ചൈന ദക്ഷിണ ചൈന കടലിൽ ശക്തി വർദ്ധിപ്പിക്കുകയാണ്. അമേരിക്ക സഖ്യകക്ഷികളുമായി ടീമുകൾ ഉണ്ടാക്കുമ്പോൾ റഷ്യയും കളിക്കളത്തിൽ ഇറങ്ങുകയാണ്. പക്ഷേ പ്രശ്നം എന്തെന്നാൽ യുക്രൈൻ യുദ്ധം റഷ്യയുടെ നാവികസേനയെ ക്ഷീണിപ്പിച്ചു. ഇത് പുടിന്റെ ചതുരംഗത്തിലെ വിദഗ്ധ നീക്കമാണോ അതോ അപകടകരമായ തോൽവിയാണോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇൻഡോ പസഫിക് ആവേശഭരിതമാവുകയാണ്. റഷ്യ അടുത്തതായി എന്താണ് ചെയ്യുന്നതെന്ന് കാണാൻ അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുകയാണ്. കഥ ഇവിടെ തുടങ്ങുന്നതേയുള്ളൂ.